डाइनो आइलैंड में आपका स्वागत है। क्या शिनचैन का वेकेशन बनेगा एक नया डिस्ट्रक्शन? शिनचैन और डायनासोर डायरी 9 मई से आपके नजदीकी सिनेमाघरों में उपलब्ध। എക്സ്ക്യൂസ് മീ അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ക്യാമറാമാൻ ജിങ്ങിയോടൊപ്പം ഞാൻ സ്വീറ്റി. അടിച്ചു പൊളിച്ചു തിമിർത്തു. നല്ല സ്വീറ്റ് നെയിം ആണല്ലോ, സംശയമുണ്ടോ? അത് സത്യം തന്നെയാ, അതുകൊണ്ട് എന്റെ പേര് സ്വീറ്റി എന്ന് വെച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ജിങ്ങിയോടൊപ്പം ഞാൻ സ്വീറ്റി. എന്ത് ചോദ്യമാണെങ്കിലും എന്നോട് ചോദിക്കൂ. ഞാനാണ് ഇവരുടെ എല്ലാം സ്പോക്സ് പേഴ്സൺ. ഞങ്ങൾ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ഒരു സർവേ നടത്തുക. ഫിറ്റ്നസ് വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഇവർക്കെല്ലാം ഫിറ്റ്നസിന്റെ ട്രെയിനിങ് ഞാനാണ് കൊടുക്കുന്നത്. സംശയമുണ്ടോ? ഹായ് ബ്രോ, ഗുഡ് മോർണിംഗ്. ക്യാമറാമാൻ ജിങ്ങിയോടൊപ്പം ഞാൻ സ്വീറ്റി. അങ്ങയുടെ പേര്? എല്ലാരും എന്നെ തോത്താറാമെന്നാണ് വിളിക്കുന്നത്. ജിം ട്രെയിനർ. വാവ്, അങ്ങ് ഞങ്ങളുടെ ഇന്റർവ്യൂവിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ്. ശരി, എന്നാ എന്റെ കൂടെ ജിമ്മിലേക്ക് വരൂ. ഞാൻ നിങ്ങൾക്ക് ഗ്രീൻ പച്ചമുളക് ജ്യൂസ് തരാം. വാവ്, ഗ്രീൻ പച്ചമുളകിന്റെ ജ്യൂസ്. ലെറ്റ്സ് ഗോ. ബൈ ബൈ. തോത്താറാമിനെ പോലെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ പിന്നെ ശത്രുവിന്റെ ആവശ്യമേ ഇല്ല. സംശയമുണ്ടോ? ഞാനും സീറ്റിയായിട്ട് മാറും. നീ ഒലക്കയുടെ മൂടായിട്ട് മാറും. നീ സ്വീറ്റ് ആയിട്ട് മാറാൻ എന്താണ് ആവശ്യം? ഞാൻ പറഞ്ഞു വന്നത് ഞാൻ റിപ്പോർട്ടറായിട്ട് മാറാൻ പോകുന്ന കൊച്ചളിയ. നിങ്ങളിൽ ആരാണ് എന്റെ ക്യാമറാമാനായിട്ട് മാറാൻ പോകുന്നത്? കർത്ത എല്ലാവരുടെയും സുഹൃത്താ ഹണി, ഞാനാവും നിന്റെ ക്യാമറാമാൻ. നിനക്ക് ക്യാമറ ചലിപ്പിക്കാൻ അറിയാവില്ലല്ലേ? ഞാൻ വലിയ ട്രാക്ടർ വരെ ചലിപ്പിക്കും. അതിനേക്കാളും ചെറുതല്ലേ ക്യാമറ? അതെ. ഓക്കെ, ട്രാക്ടർ ചലിപ്പിക്കാൻ കഴിയുമെങ്കിൽ ക്യാമറ നിന്നെ കൊണ്ട് ചലിപ്പിക്കാൻ കഴിയും. കർത്ത എല്ലാവരുടെയും സുഹൃത്താ, എന്റെ അടുത്തൊരു സെൻസേഷണൽ ന്യൂസും ഉണ്ട്. ഭ്രാന്താശുപത്രിയിൽ നിന്നും ഒരുത്തൻ പുറത്ത് ചാടിയിരിക്കുകയാണ്. അതെയോ? എന്റെ അടുത്ത് എവിഡൻസും ഉണ്ട്. എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാം, വാ. നിനക്ക് അവിടെ നിൽക്ക്. വേണ്ട മോനെ, നീ ഇങ്ങോട്ട് വന്നേ. ഞാനേ നിനക്ക് ചോക്ലേറ്റ് തരാം മോനെ. വാ, ഇന്നാ പിടിച്ചോ. ഡോക്ടർ സാർ, ഇത് സത്യമാണോ? താങ്കളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഭ്രാന്തൻ പുറത്തു ചാടിയോ? ഇല്ല, നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഏതോ ഭ്രാന്തൻ നിങ്ങളെ ഭ്രാന്തനാക്കിയിരിക്കുക. ഏത് ഭ്രാന്തനാ നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങളുടെ അടുത്ത് എവിഡൻസ് ഉണ്ട്, സാക്ഷിയുണ്ട്. ആരാ അത്? കർത്ത, എവിഡൻസ് എവിടെ? കർത്ത എല്ലാവരുടെയും സുഹൃത്താ. അതെല്ലാവർക്കും അറിയാം. എവിഡൻസ്, സാക്ഷി എവിടെയെന്ന്? ഞാനാ സാക്ഷി. ഞാനാ ഇവിടെ നിന്ന് ചാടിയത്. അത് ഞാൻ ഉടൻ തന്നെ കാണിച്ചു തരാം. കണ്ടോ? ഞാൻ രക്ഷപ്പെട്ടു. പോകല്ലേ. ഈ ന്യൂസ് ഉടൻ തന്നെ ടിവിയിൽ വരുന്നതായിരിക്കും. വേണ്ട, ഈ ക്യാമറ തന്നേക്ക് പോനെ. ഗാർഡ്സ് ഉടൻ വരൂ, അവനെ പിടിക്കൂ. ഒരു സത്യസന്ധനായ റിപ്പോർട്ടറിൽ നിന്നും വാർത്തകൾ മറയ്ക്കുവാൻ കഴിയില്ല. ഇന്ന് ഞാൻ
കുഴലില്ലാതെ പുട്ടുണ്ടാക്കാൻ പറ്റില്ല, പൂ കണ്ടാൽ പറിക്കാതിരിക്കാൻ പറ്റില്ല. അടികൈ. ഇതാ പൂ പറിക്കുന്ന ഒരു കള്ളൻ. മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും പൂ പറിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഹണി, നീ എന്താണ് ഈ കാണിക്കുന്നത്? എടാ ആരാതാ? വരൂ, നമുക്ക് പൂവിന്റെ ഉടമസ്ഥരോട് തന്നെ ചോദിക്കാം. പൂ പറിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പറയൂ, പറയൂ സാർ, മടിക്കാതെ പറയൂ. ഒന്ന് പറയണം സാർ. ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കന്നയുടെ കാര്യം ഇന്നത്തോടെ പോക്ക് തന്നെ. കണ്ടോ നിങ്ങൾ പൂക്കള്ളന്റെ അവസ്ഥ കണ്ടോ? ഇതാണ് പൂക്കള്ളനായ മിസ്റ്റർ ഖന്ന. ഇദ്ദേഹം ഒരു പ്രശസ്ത ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും പൂക്കൾ മോഷ്ടിക്കുന്ന ഇയാൾ ബാങ്കിൽ എത്രമാത്രം മോഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കൂ, ചിന്തിക്കൂ. നിങ്ങൾ തന്നെ നന്നായിട്ട് ചിന്തിച്ചു നോക്കൂ. ഓഹോ, സൈലൻസർ ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ വരും പുക. ഹണി, എന്തിനാണ് നിനക്ക് എന്നോട് ഇത്രയും പക? ഈ ന്യൂസ് ടിവിയിൽ വന്നു കഴിഞ്ഞാ പിന്നെ അങ്ങയുടെ കാര്യം തന്നെ പോക്കാം. വേണ്ട ചേട്ടാ, പറയുന്ന കേക്ക് ചേട്ടാ. ബാക്കി തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. ഇപ്പൊ എന്നെ ഒന്ന് വിട്ടേക്ക് സാർ. സാർ പ്ലീസ് എന്നെ വിടണം സാർ. ഹണി, എന്നെ രക്ഷിക്കടാ. എന്റെ അമ്മോ. ഈ ന്യൂസ് ഒരിക്കലും പുറത്തു വരില്ല. ക്യാമറ കർത്ത കർത്താ ഓടിക്കോ, കർത്താ വേഗം ഓടിക്കോ, വേഗം വേഗം ഓടിക്കോ. അവന്മാരെ പിടിച്ചേ മതിയാവൂ. ഓടിക്കോ കർത്താ, ഓടിക്കോ. വേഗം. നിൽക്കാൻ നിൽക്കണ അവിടെ. മുടി വളരണമെങ്കിൽ തലയിൽ എണ്ണ തേക്കണം. ആ ക്യാമറ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അടികൈ. പിടിച്ചോ. പോയി. പിടിച്ചോ. എന്താണത്? സാർ, ഇവിടെ എന്തായി സംഭവിക്കുന്നത്? നിർത്ത്. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? ഞങ്ങള് രക്ഷപ്പെടാൻ നോക്കുക, ഇയാള് ഞങ്ങളെ പിടിക്കാൻ നോക്കാണ്. ഖന്ന സാറേ, ഡോക്ടർ സാറേ, ഇവർ കുട്ടികളാണ്. ഇവരെ എന്തിനാ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? വീടിനകത്ത് വന്നാണോ ഓടിച്ചിട്ട് കളിക്കുന്നത്? ഞങ്ങൾ ഓടിപ്പിടിച്ച് കളിച്ചൊന്നുമല്ല. ഈ ക്യാമറ കൈക്കലാക്കാൻ നോക്കുകയാണ്. ഒരു തടിയൻ എന്നെ ആവശ്യമില്ലാതെ തല്ലി. ഇവരത് ക്യാമറയിലാക്കി. അടികൈ. എന്തായാലും കൈ അടിക്കും. ഈ ന്യൂസ് ഒന്ന് ടെലികാസ്റ്റ് ആയിക്കോട്ടെ. ന്യൂസോ? അതെ, നന്ദു ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെടുന്ന ദൃശ്യം ഈ ഹണി ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്നെ തല്ലുന്നത് ഷൂട്ട് ചെയ്തിരിക്കുക. അത് ടെലികാസ്റ്റ് ചെയ്യുമെന്നാ പറയുന്നേ. ആ, ഞാൻ ന്യൂസ് റിപ്പോർട്ടർ ആണല്ലോ. നോക്ക് ഹണി, ഇങ്ങനെയൊന്നും തമാശ കാണിക്കരുത്. അവരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് അതൊന്നും ശരിയല്ല. ഇതൊന്നും ന്യൂസ് ആക്കാൻ പാടില്ല. പക്ഷെ മേഡം, ടിവിയിലൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. എല്ലാരും അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. എല്ലാരും ഒന്നുമല്ല, ചിലർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ വലിയ തെറ്റാണ്.
ദാ നോക്ക്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് നല്ല റിപ്പോർട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്കുമായി ഒരുപാട് നല്ല റിപ്പോർട്ടേഴ്സ് ഈ രാജ്യത്ത് നല്ല സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങ് പറഞ്ഞത് ശരിയാണ് മാഡം. ഹണി, ക്യാമറയിലുള്ള ഡോക്ടറിന്റെയും കന്ന സാറിന്റെയും ഫോട്ടേജ് നീ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ മാഡം. ഡിലീറ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. നന്ദു, മാഡം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണം. അതിലൊന്നും തന്നെ റെക്കോർഡായിട്ടില്ല. കാരണം ക്യാമറ ഞാൻ ഇതുവരെ ഓൺ ചെയ്തേ ഇല്ല. ഓ, പൊതിഞ്ഞു വെച്ചിരുന്ന പലഹാരം എലി തിന്നു, നമുക്ക് ആവശ്യമില്ലാതെ ടെൻഷനും തന്നു. അടികൈ.